വിലക്കുറവിന്റെ പര്യായം. കണാരി ഫയർവർക്സ്, കണ്ണൂർ റോഡ്, കൂത്തുപറമ്പ്. ശ്രീ മഹാലക്ഷ്മി ഫയർവർക്സ്, പഴയ നിരത്ത്, കൂത്തുപറമ്പ്. കെപിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫിനെതിരെ ഗുരുതര ആരോപണവുമായി മുൻ ഡിസിസി ജനറൽ സെക്രട്ടറിയും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ തോമസ് വർഗീസ് രംഗത്ത്. കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് രാഷ്ട്രീയത്തിൽ തന്നെ വളർത്തിയ മുഴുവൻ ഗുരുസ്ഥാനീയരെയും പിന്നിൽ നിന്ന് കുത്തി വീഴ്ത്തിയ വ്യക്തിയാണെന്ന് തോമസ് വർഗീസ് കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കെ സുധാകരനെ മത്സരിപ്പിക്കുന്നതിൽ പിന്നിൽ നിന്ന് കുത്തിയത് സണ്ണി ജോസഫാണെന്നും അദ്ദേഹം ആരോപിച്ചു. കെ സുധാകരൻ മത്സരിച്ചാൽ തനിക്ക് മന്ത്രിയാവാൻ കഴിയില്ലെന്ന് മനസ്സിലായതുകൊണ്ടാണ് സുധാകരനെ സണ്ണി ജോസഫ് പിന്നിൽ നിന്നും കുത്തിയത്. കെ സുധാകരനെ മത്സരിപ്പിക്കാതിരിക്കാൻ AICCക്ക് കത്ത് നൽകിയതും സണ്ണി ജോസഫാണെന്ന് തോമസ് വർഗീസ് പറഞ്ഞു. കെ സുധാകരൻ എന്ന് പറയുന്ന മനുഷ്യനെ ഏറ്റവും ഉപദ്രവിച്ചത് ആരാണെന്ന് സുധാകരൻ തന്നെ മറ്റുള്ള ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെതായ ഒരു കത്ത് ഇവിടെ പുറത്തു വന്നല്ലോ. ഇന്നലെ പത്രസമ്മേളനത്തിൽ പാലം കടന്നാൽ കൂരായണ എന്ന് പറഞ്ഞതുപോലെ മാധ്യമപ്രവർത്തകരോട് ഇന്നലെ ഇരുട്ടിയിൽ നിന്ന് അദ്ദേഹം തട്ടിക്കയറുന്ന വാർത്ത അതിനു സംബന്ധിച്ച് വന്ന കമന്റുകളൊക്കെ ഞാൻ കണ്ട ഒരാളാണ്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഞാൻ പറഞ്ഞല്ലോ 1985 ഉളിക്കൽ സർവീസ് സഹകരണ ബാങ്കിന്റെ അകത്ത് ഡയറക്ടറും അദ്ദേഹം പ്രസിഡന്റുമായി പ്രവർത്തിച്ച ഘട്ടം മുതൽ അദ്ദേഹത്തിന്റെ ഒപ്പ് എനിക്കറിയാം. അദ്ദേഹം ഇപ്പോൾ അഫിഡവിറ്റിൽ കൊടുത്തിരിക്കുന്ന ഒപ്പും നിങ്ങളൊന്ന് പരിശോധിക്കുക, ആ കത്തിലെ ഒപ്പ് നിങ്ങളൊന്ന് പരിശോധിക്കുക. ഇത് സണ്ണി ജോസഫിന്റെ ഒപ്പ് തന്നെയാണെന്ന് ആ ഒപ്പ് വിദഗ്ധമായി പരിശോധിച്ചാൽ മനസ്സിലാവും. മുൻകാല തെരഞ്ഞെടുപ്പിൽ പേരാവൂരിൽ നിന്നും KP നൂറുദ്ദീനെയും AD മുസ്തഫയെയും തോൽപ്പിച്ചത് സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിലായിരുന്നുവെന്നും ഇദ്ദേഹം പറഞ്ഞു. സണ്ണി ജോസഫ് അധികാരം ഉപയോഗിച്ച് തന്റെ കുടുംബാംഗങ്ങൾക്ക് സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി വാങ്ങിക്കൊടുത്തു. എന്നാൽ ഒരൊറ്റ പാർട്ടി പ്രവർത്തകനും ഇയാൾ ഒരു ഉപകാരവും ചെയ്തിട്ടില്ലെന്നും തോമസ് വർഗീസ് പറഞ്ഞു. മുല്ലപ്പള്ളി രാമേന്ദ്രൻ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ കോൺഗ്രസിന്റെ ദേശീയ കമ്മിറ്റി നൽകിയ തെരഞ്ഞെടുപ്പ് ഫണ്ട് അന്നത്തെ DCC പ്രസിഡന്റായ സണ്ണി ജോസഫ് മുക്കി. DCC പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ N രാമകൃഷ്ണനിൽ നിന്നും സംഘടനാ തെരഞ്ഞെടുപ്പ് ചെലവിലേക്ക് എന്ന് പറഞ്ഞ് 2 ലക്ഷം രൂപ കൈക്കലാക്കി. പിന്നീട് N രാമകൃഷ്ണനെതിരെ മത്സരിക്കുന്ന കെ സുധാകരന്റെ ചീഫ് ഇലക്ഷൻ ഏജന്റായി എന്നും തോമസ് വർഗീസ് ആരോപിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ദിവസം വൈകിട്ട് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് പാർട്ടി ഭരണഘടന പ്രകാരമല്ലെന്ന് തോമസ് വർഗീസ് പറഞ്ഞു. ദീർഘകാലം സണ്ണി ജോസഫിനോടൊപ്പം നിന്ന തനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വെളിപ്പെടുത്താൻ പല കാര്യങ്ങളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ. അരുൺ A എന്ന പടക്കക്കടയിൽ നിന്ന് 99 രൂപയ്ക്ക് 3 പാക്കറ്റ് പൂക്കുറ്റിയും 80 രൂപയ്ക്ക് 4 പാക്കറ്റ് പടക്കവും വാങ്ങി. മനു B എന്ന പടക്കക്കടയിൽ നിന്ന് 64 രൂപയ്ക്ക് 2 പാക്കറ്റ് പൂക്കുറ്റിയും 88 രൂപയ്ക്ക് 4 പാക്കറ്റ് പടക്കവും വാങ്ങി. ഏത് കടയിൽ നിന്നാണ് ലാഭത്തിന് പടക്കം കിട്ടിയത് എന്ന് പറയാമോ? കണാരി പടക്കം വാങ്ങി നോക്കി, അപ്പൊ മനസ്സിലാകും. വൈവിധ്യമാർന്ന ശിവകാശി പടക്കങ്ങളുടെ മഹനീയ ശേഖരം, വിലക്കുറവിന്റെ പര്യായം. കണാരി ഫയർവർക്സ്, കണ്ണൂർ റോഡ്, കൂത്തുപറമ്പ്. ശ്രീ മഹാലക്ഷ്മി ഫയർവർക്സ്, പഴയ നിരത്ത്, കൂത്തുപറമ്പ്.